നമസ്കാരം. രാമായണ കഥാസാരം 39 ഭാഗം. സുതീക്ഷ്ണാശ്രമ പ്രവേശനം. ശിഷ്യ സഞ്ചയത്തോടുകൂടി മുനിഗണ സമ്പന്നനായ സുതീക്ഷ്ണ മുനിയെ കാണണമെന്ന് രാമൻ നിശ്ചയിച്ചു. രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ആ പുണ്യ ആശ്രമത്തിലേക്ക് ചെന്നു. നാരായണനായ രാമൻ തിരുവടി പത്നിയോടും അവരജനോടും കൂടി എത്തിയിരിക്കുന്ന വിവരമറിഞ്ഞ് അഗസ്ത്യ ശിഷ്യൻ സന്തുഷ്ടനായി. രാമമന്ത്രജപത്തോടെ ഭക്തിയോടുകൂടി രാമനെ പൂജിച്ചു വണങ്ങി സ്വീകരിച്ചു. എൻ്റെ ഗുരുവിൻ്റെ നിയോഗത്താൽ ഞാൻ എന്നും അങ്ങയുടെ മന്ത്രം ഉരുവിട്ടു കഴിയുന്നു. വിധി ശങ്കരാദികൾ പോലും വന്ദിക്കുന്ന ഈ പാദപങ്കജം അടിയന് കാണാൻ അവകാശമുണ്ടായത് മഹാഭാഗ്യം തന്നെ. അങ്ങയുടെ തത്വമറിയുന്നവർ വളരെ വിരളമാണ്. രാമ, ദയാനിധേ, കരുണാനിധേ, അവിടുന്ന് കനിഞ്ഞ് അങ്ങ് സദാ എൻ്റെ ഉള്ളിൽ വാഴണമേ. സർവഭൂതങ്ങളിലും കാണുന്ന നിർമ്മല വസ്തു അങ്ങ് തന്നെയാണ്. അങ്ങയുടെ പാദപത്മത്തിൽ സദാ സേവനരതിയുണ്ടാകാൻ കനിയണമേ. എന്നും എങ്ങും നിറഞ്ഞും മറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ഏകമാണെങ്കിലും വെവ്വേറെയാണെന്ന് തോന്നിപ്പിക്കുന്ന അങ്ങയെ പ്രത്യക്ഷമായി എൻ്റെ മുന്നിൽ വിളങ്ങുന്ന ഹേ രാമ, പരബ്രഹ്മമൂർത്തി, അവിടുത്തെ ഈ രൂപം സദാ എൻ്റെ മനസ്സിൽ തോന്നാൻ കഴിയണം. ഇതല്ലാതെ മറ്റൊരു വരവും ഞാൻ അപേക്ഷിക്കുന്നില്ല. മുനിയുടെ സ്തുതി കേട്ട് പ്രസാദിച്ച രാമദേവൻ അരുളി ചെയ്തു: മഹാമുനെ, അങ്ങയുടെ ഭക്തിവിശേഷങ്ങൾ അറിഞ്ഞ് ഞാൻ നേരിൽ കാണാനാണ് വന്നത്. നിത്യവും ഉപാസനയോടെ ശുദ്ധ മനസ്കരായിരിക്കുന്ന ഭക്തന്മാർക്ക് അവർ ചിന്തിച്ച വണ്ണം തന്നെ